ഹലോ സംഘികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കാട് റഹീമ കൊച്ചു ആർക്കെ ഏഞ്ചൽസിൽ ഇന്ന് വൈകുന്നേരത്തെ ചായ പരിപാടിയുടെ ചെറിയൊരു വിശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് അവലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അവല് നനയ്ക്കാന്നുള്ളതാണ്. അവല് നനച്ച് ചായ കുടിക്കുന്ന രസം വൈകുന്നേരം നേരത്തൊക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ചായയുടെ പലഹാരം നമുക്ക് അവല് നനച്ചതാണ്. നല്ല എന്നിട്ട് പറയാ, എന്നിട്ട് ഏതാ അവലിടേത്? പവിഴം റൈസിന്റെ അവർക്കട അവില് സൂപ്പർ അവിലാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ അവില് അതാണ്. അപ്പൊ നമ്മുടെ കിച്ച് ഇവിടെ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കൊരു പണി തന്നിട്ടുണ്ട്, ശർക്കര പൊടിക്കാന്നുള്ളത്. അപ്പൊ കിച്ചനെ കൂടി ഞാൻ തേങ്ങ ചിരണ്ടിക്കട്ടെ. കിച്ച് ഭയങ്കര ചിരവലാണ്. സൂപ്പറായിട്ട് തേങ്ങ ചിരണ്ടത് കാണിച്ചുതരാം. അപ്പൊ നമ്മുടെ കിച്ചുബായി ഇവിടെ ഇരുന്ന് തേങ്ങ ചിരണ്ടനുണ്ട്. കിച്ചന് കൂട്ടായിട്ട് നമ്മുടെ പൂച്ചക്കുഞ്ഞ് ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. തേങ്ങ കണ്ടാ കിച്ചു ഒരു ചിക്കോളം തേങ്ങ എനിക്ക് തരുമോ? തേങ്ങ ചിരട്ടല്ല, എനിക്ക് പരട്ടെ തേങ്ങയാണ് ചോദിച്ചേ. മതി, അത് കഴിഞ്ഞ തേങ്ങ തിൻ്റെ അത്രയ്ക്കുള്ളൂ. അപ്പൊ നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ശരിയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കിച്ചു അയ്യോ പാവത്തിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവ ശരിയായി കിച്ചു. കിച്ചു തേങ്ങ ചിരണ്ടി കുറച്ച് തേങ്ങ ഉള്ളൂ ഇട്. അപ്പൊ കിച്ചു തേങ്ങ ചിരണ്ടി അവശരായിട്ട് ചങ്കള്. അപ്പൊ നമുക്കിത് ഇനി ഇവിടെ എനിക്കിവിടെ പണിയെടുക്കുന്നുണ്ട്. നമ്മുടെ എന്നിട്ട് ഇത് ശർക്കര ഇടിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചങ്കള് ഞാൻ ശർക്കര ഇടിച്ചോണ്ടിരിക്കുന്നത് കണ്ട. ശർക്കര നമ്മളിങ്ങനെ ഇടിച്ചിടിച്ച് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു ശത്രുവിനെ നമ്മൾ മനസ്സിൽ കാണാം. എന്നിട്ട് നമ്മൾ ഈ ശർക്കരനെ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും ശർക്കര. അപ്പൊ ശർക്കര എങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുമെന്ന് മനസ്സിലായില്ലേ? നമുക്ക് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും മനസ്സിലങ്ങോട്ട് വിചാരിക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ശർക്കരയിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുക. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. നമ്മൾ ആരും വെറുക്കരുത്, ഒരാളും വെറുക്കരുത്. എത്ര ദ്രോഹിക്കുന്നവരായാൽ പോലും ആരും വെറുക്കാൻ പാടില്ല. അല്ലേ പൊന്നു പപ്പി? ഇപ്പം എൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് സ്കൂള് വിട്ട്. അപ്പം നമ്മൾ ആരെയും വെറുക്കാനൊന്നും പാടില്ല. നമ്മൾ എന്തോരം വേദനിപ്പിച്ചാലും നമ്മൾ എന്തോരം ദ്രോഹിച്ചാലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെവിടെയെങ്കിലൊക്കെ പോയി നന്നായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? എനിക്കതായിരുന്നു ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ വേദനിപ്പിച്ച് പോയവർ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്ന് പോയവർ നമ്മുടെ ലൈഫിലുള്ളൂ. പക്ഷെ ആരോടും പരാതികളോ പരിഭവമോ ഇല്ല. നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ എല്ലാം നവർ മൈൻഡാക്കി വിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ തേങ്ങ ശരിയാക്കി ഇനി നമുക്ക് ഇതിനകത്തേക്ക് അവലിട്ട് കൊടുക്കുക, ശർക്കര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമണം. നമുക്ക് കിച്ചുവിനെ കൊണ്ട് തിരുമിപ്പിക്കുക. കാരണം കിച്ചുവിന് നല്ല ശക്തി ഉണ്ടല്ലോ. അപ്പം എനിക്ക് എന്താ പറയുക, ഇത് ഞാൻ തിരുമി കഴിഞ്ഞാൽ ഇത് തേങ്ങ ഒന്നും ഉടയത്തില്ല ചങ്കളെ. അപ്പം നമുക്ക് കിച്ചു കാരണം ഈ ശർക്കരയിൽ കണ്ട കട്ടകളൊക്കെ ഇനിയുണ്ട്. അപ്പം നമുക്ക് കിച്ചുവിനെ കൊണ്ട് നമുക്ക് ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യിപ്പിക്കാം. കിച്ചുവേ ഒന്ന് ഇത് വന്ന് തിരുമി തരോട്ടോ കിച്ചു. അവൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയാണ്. അവനക്ക് നേരം വെളുത്ത് വേറെ ഒരു പണിയില്ല. സ്വന്തം വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മണ്ടോദരൻ. ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഇല്ലാന്ന്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വെച്ചപ്പോ അപ്പ തന്നെ മറുപടി കിട്ടിയില്ലാന്ന്. എന്താണെന്ന് നോക്ക്. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുക. എൻ്റെ മക്കളും കണക്കന്നെ കിച്ചും കണക്കന്നെ. ഇപ്പൊ ചങ്കളെ നമ്മൾ അവലെടുത്തിട്ടുണ്ട്. നമ്മുടെ അവല് കണ്ട, നമ്മള് പവിഴം അവലാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പൊ നമുക്ക് അവല് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇടാലോ. കിച്ചൊന്ന് മിക്സ് ചെയ്യോ കിച്ചു? കിച്ചുവിനെ വിളിച്ചാലും വരില്ല. കിച്ചുവിന് ഭയങ്കര കുറുമ്പാണ് ചങ്കളെ. കുറുമ്പെന്ന് പറഞ്ഞാൽ അനുസരണ നമുക്ക് തൊട്ട് തിന്നിട്ടില്ല. ഒരു കാര്യം പറഞ്ഞ അനുസരിക്കില്ല. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതാണ് ഈ കിച്ചുവിന്റെ സ്വഭാവം. ശർക്കര തികയാണ്ട് വരുമെന്ന് നോക്കി കിച്ചു. പോയാടി അവൻ. അവല് ഇത് സഹായിക്കാൻ വരാത്തവർക്ക് അവല് തരുന്നതായിരിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് തിന്നുന്നതായിരിക്കുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടില്ല കാര്യം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടാ കഷ്ടപ്പാട്? അതിനേക്കാളും വലിയ കഷ്ടപ്പാട്. ഇങ്ങോട്ട് വാ. ഒരു
കഷ്ടപ്പാട് അതിലും വലിയ കഷ്ടപ്പാടാണ്. നോക്കിയിട്ട് വേണം കിച്ചു ഇതിനകത്തേക്ക് ഇനി എന്തെങ്കിലും വേണം നോക്കാനായിട്ട്. അവന് ഏറ്റവും കഷ്ടപ്പാടുള്ള പണി അവൻ ചെയ്ത് കഴിഞ്ഞു അവൻ പറയണേ. ആ തേങ്ങ ചേട്ടൻ തന്ന കഥയാണ് അവൻ ഉദ്ദേശിച്ച ചേട്ടൻ. ഏലക്കായ ഇല്ലട്ടോ കിച്ചുവോ, കിച്ചുവേ ഏലക്കായ നെഹി പപ്പി. എന്നിട്ട് കിച്ചു പറഞ്ഞേ എന്നിട്ട് ഒരുമിച്ച് ഒന്നൊരു തിരുമ്മാൻ മതി അല്ലേ? ഇപ്പൊ തൽക്കാലം തിരുമിയേക്കാല്ലേ? എന്നാ വാ തിരുമിക്കോ. എന്റെ കിച്ചു നല്ല മോനല്ലേ? അശ്ശേ ഇതെന്താണിത് ഇങ്ങനെ? പപ്പിയേ കിച്ചു വാ മോനെ. ഇതേ ഞാൻ തിരുമ്മിക്കഴിഞ്ഞാൽ ഞാൻ തിരുമൂല ഒടയത്തില്ല കിച്ചു. എന്താ എടുത്തോ ഇതൊന്ന് തിരുമ്മിത്തായോ? ഇതായിട്ട് പറ്റണില്ലെങ്കിൽ വെള്ളം കിട്ടണില്ല കഴിക്കാതുകൊണ്ടാ. കണ്ട നമ്മുടെ കിച്ച് വന്നു കഴിഞ്ഞപ്പോ അവില് കേട്ടെന്ന് ഇങ്ങനെ പെരകയാണ്. കുറച്ച് നീ തല പോണ് കിച്ചത് തല പുറത്തേക്ക് അവില് കിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിലിന് ഒരു ജീവൻ വെച്ചത്. അപ്പൊ നമ്മുടെ കിച്ചു ഇങ്ങനെ അവിലിന് ഇങ്ങനെ കിച്ചു ഇപ്പൊ ആരും മനസ്സിൽ വിചാരിക്കുന്നത് ഈ അവില് നനയ്ക്കുമ്പോ കേട്ടാ 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 ഇത് സത്യമാണ് അവൻ പറഞ്ഞത് കറക്റ്റാണ്. എന്നെ അത്രയ്ക്ക് ദേഷ്യാണ് അവനക്ക്. കണ്ട അവനെ കൊണ്ട് പണിയെടുപ്പിച്ചായിരുന്നു. ആ കണ്ടടാ കാര്യമായിട്ട് പറഞ്ഞത് കിച്ചു. എന്നെ മനസ്സിൽ വിചാരിക്കണേ തിരുമുമ്പോ അങ്ങനെ എന്റെ കിച്ചു എന്റെ കയ്യും കാലൊക്കെ ഒടിഞ്ഞു പോയല്ലപ്പ. കൈ 16 കഷ്ണമായി കയ്യും കാലൊക്കെ. എന്താ കിച്ചു തിരുമ്മി കഴിഞ്ഞപ്പോ സംഭവം കണ്ടിട്ട് മിക്സ് ആയത് കണ്ട. അത് ഞാൻ പറഞ്ഞു കിച്ചു വന്നാലേ അവിലാവുള്ളൂന്നേ. കൈ കഴുകിയിരുന്നാ ഇല്ലല്ല. ബാത്റൂമിൽ പോയപ്പോഴാ വേണ്ട 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 എന്നിട്ട് കിച്ചു ബാത്റൂമിൽ കിച്ചു ബാത്റൂമിൽ പോയി അജയ് വേടക്കാണ്ട് നീ അവല് ഞാൻ പൊന്നു വരുമ്പോ തിന്നു കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി പൊന്നിനോട് ഇട്ടാ. ഞാൻ തിന്നില്ല സാധനം. യേശുവിന്റെ കൈയാണ്. ഞാൻ തിന്നില്ല സാധനം. ഇത് ഇനി പൊന്നു പപ്പിക്ക് നിന്നോട്ടാ. ലഡു ഇനി ലഡു പൈസ കൊടുത്താൻ ചിടാണ്ടാണ്. കണ്ട ഇപ്പൊ അവല് നല്ല സൂപ്പർ. ഞാൻ ഇല്ലാത്ത മാത്രം ഒന്നും വേണ്ടല്ലോ കിച്ചു. ഇനി ഏലക്കായ കൊണ്ടുവന്നിട്ട് ഏലക്കായ പൊടിച്ചിടാല്ലേ? അവലില് ജിലേബിയോ ലഡുവോ പൊടിച്ചിടണമെന്നാണ് നമ്മുടെ കിച്ചു പറയണത്. അപ്പൊ കണ്ടു ഞങ്ങൾ നമ്മുടെ അവല് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് തിന്നു നോക്കട്ടെ. ഏലക്കായ ഇല്ലാട്ടോ, എന്നാലും കുറച്ച് തിന്നു നോക്കാം നമുക്ക്. സെറ്റ് മനസ്സിലാ? ഈ അവലും അതങ്ങനെ വരും. ഈ അവലേ ഇനി കുറച്ചേരി ഇരിക്കില്ല കിച്ചു. പൊത്തിയ കുറച്ചേരി ഇരുന്നിട്ട് ഇത് നമ്മ പൊന്നു വരുമ്പോ നമുക്ക് അപ്പൊ ചാണിപ്പിച്ചാ പോരാ. അപ്പൊ പൊന്നൂസ് സ്കൂളിൽ പോയേക്കാണ്. ആ പൊന്നൂസ് വരുമ്പോ കുറച്ച് നേരം കഴിയും. പൊന്നൂസ് വന്നിട്ടാണ് നമ്മൾ ചായ കുടിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എടുക്കുമ്പോഴേക്ക് ഇത് കുതിർന്നിട്ടുണ്ടാവും കിച്ചള. അപ്പൊ എന്തുവാടി TV വെച്ചോട്ടേന്ന്, സ്വന്തം വീട്ടില് TV വെച്ചോട്ടേന്ന് അമ്മയായി എന്നോട് ചോദിക്കുന്നു. എന്റെ സൽസ്വഭാവിയായ ഇളയ മകള് അത്രയും കുലീനയും പവിത്രയും നിരാലംബയും. അത് വരും. വേണ്ട വെക്കണ്ട ഇപ്പൊ വെക്കണ്ട. ആ ശരിയാ. കാരണം വെച്ചാലേ ഒരു ചെറിയ പാട്ടിന്റെ വഴി അപ്പുറത്ത് കൂടെ പോയാൽ മതി. അപ്പൊ കോർപ്പറേറ്റ് അടിക്കും നമുക്ക്. നമ്മുടെ ഈ ലൈവിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അതിന്റെ പേര് പറ്റൂല. അതുകൊണ്ടാണ് കൊച്ചു TV വെച്ചോട്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ചങ്കകൾ എന്റെ മോള് തെറ്റിദ്ധരിച്ചു. സോറി മൈ ഗേൾ.
അപ്പൊ ഞങ്ങളെ എല്ലാവരും ലൈഫ് അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ട് ഫാമിലിയോടൊപ്പം. ഓക്കെ, ലൈഫ് അടിച്ചു പൊളിക്കേണ്ടത് എപ്പോഴും നമ്മൾ നമ്മുടെ ഫാമിലിയോടൊപ്പമാണ്. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിയോടൊപ്പമാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ചങ്കളെ, ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. എപ്പോഴും പറയുന്ന കാര്യമാണെന്ന് അറിയാം, എന്നാലും ഓർമ്മിപ്പിച്ചെന്നുള്ളൂ ഞങ്ങൾ. അപ്പം ടാറ്റ ബൈ ബൈ. എവിടെ കിച്ചു ടാറ്റ കൊടുക്കുന്നില്ലേ? കിച്ചു അപ്പോഴേക്കും പോയി ഫോൺ എടുക്കാനായിട്ട്. അതങ്ങനെ ഒരു സാധനം, അതിൻ്റെ വീഡിയോ ഇരുന്ന് കാണാൻ വേണ്ടിക്ക് അത് ഓടി. അപ്പം ടാറ്റ ബൈ ബൈ ചങ്കളെ, ലവ് യു ഓൾ, ടാറ്റാ. Watch and subscribe your funniest YouTube RK Angel.